അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 10 ഞായറാഴ്ച. കേരളത്തിലെ മുഖ്യമന്ത്രി കാര്യത്തിൽ ഡൽഹിയിൽ നടന്ന 3 മണിക്കൂർ ചർച്ചയിലും തീരുമാനമായില്ല. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തീരുമാനമെടുക്കുമെന്ന് AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. 3 പേരും അർഹരാണെന്നും സോണിയാഗാന്ധിയുമായി ആലോചിക്കുമെന്നും രാഹുൽ ഗാന്ധി. നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുമെന്ന് കേരള നേതാക്കൾ. വൈകാരികവും സങ്കീർണവുമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൽ ഹൈക്കമാൻഡ് അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK നേതാവും നടനുമായ വിജയ് ഇന്ന് 10 സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. കേവല ഭൂരിപക്ഷം ബോധ്യപ്പെട്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ഉത്തരവ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിജയ്ക്ക് കൈമാറി. 120 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന രേഖയുമായാണ് ഗവർണറെ വിജയ് കണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിൽ തെരുവിൽ അംഗം വെട്ടരുതെന്ന് KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സംയുക്തമായി ആവശ്യപ്പെട്ടു. പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും അവസാനിപ്പിക്കണമെന്നും അത് പാർട്ടിക്ക് ദോഷമാകുമെന്നും നേതാക്കൾ. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. കേരള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന റോഷി അഗസ്റ്റിനെയും പ്രമോദ് നാരായണനെയും രൂക്ഷമായി വിമർശിച്ച് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി. തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറ്റ സാധ്യത ഉണ്ടായിട്ടും തടഞ്ഞതാണ് പാർട്ടിയുടെ നാശത്തിന് കാരണമെന്നാണ് വിമർശനം. പിണറായി വിജയന്റെയും CPM നേതാക്കളുടെയും ധാർഷ്ട്യം തിരിച്ചടിയായെന്നും വിലയിരുത്തി. CPM അണികളുടെ വോട്ട് ലഭിച്ചില്ലെന്നും വിമർശനമുയർന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ സീസണിലെ ആദ്യ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. മാന്നാർ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള ശ്രീലങ്കയ്ക്കും മുകളിലായി ചക്രവാത ചുഴിയുമുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഇരിട്ടി ടൌണിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ ശയന പ്രദക്ഷിണം. കോൺഗ്രസ് പ്രവർത്തകനായ PV രാജൻ പട നയിച്ചവൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന പ്ലക്കാർഡുമായാണ് ശയന പ്രദക്ഷിണം നടത്തിയത്. കാഞ്ഞങ്ങാട് കൂളിയങ്കൽ മുതൽ തോയമൽ വരെ നാഷണൽ ഹൈവേയിൽ ശക്തമായ മഴയിൽ വെള്ളം കെട്ടി നിന്നതോടെ യാത്രക്കാർ പെരുവഴിയിലായി. വൈകിട്ട് 7-ന് ആരംഭിച്ച മഴ 2 മണിക്കൂറോളം നീണ്ടു നിന്നതോടെ റോഡ് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. വ്യാജരേഖ ചമച്ച് അവയവ കൈമാറ്റ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി ഒളിവിലുള്ള കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിന്റെ ഭാര്യ കുന്നത്തുനാട് സ്വദേശി റഷീദ അറസ്റ്റിൽ. കേസിൽ 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സണ്ണി വർഗീസ്, സിനി വർഗീസ്, ശ്രീജ, സുധീർ, വിനോദ് എന്നിവരാണ് നേരത്തെ പിടിയിലായത്. കേസ് അന്വേഷണത്തിന് എറണാകുളം റൂറൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. ജോലി വാഗ്ദാനം നൽകി ഒറ്റപ്പാലം സ്വദേശിനിയെ കഴക്കൂട്ടത്ത് ഡേ ഡ്രീം എന്ന സ്പായിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന കേസിൽ CPM കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറിയും DYFI മേഖലാ സെക്രട്ടറിയുമായ കഠിനംകുളം സ്വദേശി ജിപ്സന് പുറമെ സ്പായിൽ ഒത്താശ ചെയ്തുകൊടുത്ത മാന്നാർ സ്വദേശിനി അശ്വതിയെയും അറസ്റ്റ് ചെയ്തു. AIADMK പിളർപ്പിലേക്ക്. വിജയിന് പിന്തുണ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിലെ 30-ലേറെ MLA-മാർ യോഗം ചേർന്നു. എടപ്പാടി പളനിസ്വാമിയെ തഴഞ്ഞ് മുൻ മന്ത്രി SP വേലുമണിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കാൻ യോഗം തീരുമാനിച്ചു. മുൻ മന്ത്രിമാരായ CV ഷൺമുഖം, വിജയഭാസ്കർ എന്നിവരടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിനെ വിമർശിച്ചും ഒപ്പം നിന്ന പാർട്ടികൾക്ക് നന്ദി പറഞ്ഞും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ
DMK സഖ്യത്തിൽ ജയിച്ചിട്ടും നന്ദി പറയാൻ കോൺഗ്രസുകാർ എത്തിയില്ല. പല സാധ്യതകളും മുന്നിൽ വന്നെന്നും എന്നാൽ പാർട്ടി മികച്ച തീരുമാനമെടുത്തെന്നും സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിൽ കോൺഗ്രസിനും മന്ത്രിമാർ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കോൺഗ്രസ് അധികാരത്തിൽ പങ്കാളികളാകുന്നത്. മേലൂർ MLA P. വിശ്വനാഥൻ, രാജേഷ് കുമാർ എന്നിവർ മന്ത്രിമാരാകും. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി എത്തും. അതേസമയം തമിഴ്നാട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ 5 MLA-മാരെ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു. TVK സർക്കാർ രൂപീകരണം വൈകുന്നതിൽ മനം നൊന്ന് തിരുനെൽവേലി സ്വദേശിയായ പ്രവർത്തകൻ ഇസക്കിയപ്പൻ സ്വയം തീകൊളുത്തി. 30% പൊള്ളലേറ്റ ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഞ്ചാബ് മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ സഞ്ജീവ് അറോറയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നടന്ന റെയ്ഡിന് പിറകെയാണ് പഞ്ചാബ് വ്യവസായ മന്ത്രിയായ സഞ്ജീവ് അറോറയെ ED കസ്റ്റഡിയിലെടുത്തത്. BJPക്കെതിരെ ഗുരുതര ആരോപണവുമായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചാബ് മന്ത്രിയും MLA-യുമായ സഞ്ജീവ് അറോറയുടെ സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതിനെതിരെയായിരുന്നു മാനിന്റെ പ്രതികരണം. BJPക്കെതിരെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അണിനിരക്കണമെന്നും സഹകരിക്കാൻ താൽപര്യമുള്ള എല്ലാ പാർട്ടികളുമായും ചർച്ച ചെയ്യുമെന്നും ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. കാളിഘട്ടിലെ വീടിന് മുൻപിൽ ജനങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അവർ. പശ്ചിമ ബംഗാളിൽ CPM പാർട്ടി പത്രമായ ഗണശക്തിയുടെ 1-ാം പേജിൽ BJP സർക്കാരിന്റെ ബഹുവർണ്ണ പരസ്യം. 35 വർഷം അധികാരത്തിലിരുന്ന CPM-നെ മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം 15 വർഷത്തിനിടെ ആദ്യമായാണ് പാർട്ടി പത്രത്തിന് സർക്കാർ പരസ്യം ലഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും ചിത്രമാണ് പരസ്യത്തിലുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിറകെ തൃണമൂൽ കോൺഗ്രസിൽ കലഹം. മമതാ ബാനർജിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതും പാർട്ടി നേതാക്കളുടെ ധിക്കാരപരമായ പെരുമാറ്റവുമാണ് തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമെന്ന് MLA-മാരും മുതിർന്ന നേതാക്കളും വിമർശിച്ചു. പാർട്ടി 2 ചേരികളായെന്ന് മുതിർന്ന നേതാവായ രവീന്ദ്രനാഥ് ഘോഷ് തുറന്നടിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ട്രംപ് നിർദ്ദേശിച്ച യുദ്ധ തടവുകാരുടെ കൈമാറ്റം യുക്രൈൻ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ. 4 വർഷത്തിലേറെയായി നീണ്ടുനിന്ന പോരാട്ടം അവസാനിപ്പിക്കാൻ സഹായിച്ച US-ന് നന്ദിയെന്നും പുടിൻ പറഞ്ഞു. ഇറാനെതിരായ സൈനിക നടപടി വ്യാപിപ്പിക്കുമെന്ന ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്കും ധാരണകൾക്കും വഴങ്ങിയില്ലെങ്കിൽ പ്രോജക്ട് ഫ്രീഡം ഉൾപ്പെടെയുള്ള നടപടികൾ വ്യാപിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചർച്ച അടുത്തയാഴ്ച ഇസ്ലാമാബാദിൽ പുനരാരംഭിച്ചേക്കും. പൊതുവേദിയിൽ നിന്ന് മാറിനിന്ന ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഇറാന്റെ യുദ്ധ സമാധാന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി US ഇന്റലിജൻസ്. അമേരിക്കയുമായി നടത്തുന്ന സമാധാന ചർച്ചകളുടെ ഗതി നിർണ്ണയിക്കാനുള്ള നീക്കങ്ങളിൽ മുജ്തബ സജീവമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ കരുതുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് $132 കോടി വായ്പ കൂടി അനുവദിക്കാൻ IMF തീരുമാനിച്ചു. IMF നിർദ്ദേശിച്ച സാമ്പത്തിക നിയന്ത്രണങ്ങൾ പാകിസ്ഥാൻ അംഗീകരിച്ചതിനെ തുടർന്നാണ് വായ്പ അനുവദിച്ചത്. ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഇറാന്റെ ഖാർഗ് ഐലൻഡിന് സമീപം സമുദ്രത്തിൽ വൻതോതിൽ എണ്ണ പടരുന്നതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ. ഏകദേശം 20 ചതുരശ്ര മൈലിലധികം പ്രദേശത്ത് എണ്ണ പടർന്നതായാണ് ഓയിൽ സ്പിൽ മോണിറ്ററിംഗ് സർവീസായ ഓർബിറ്റൽ EOS വ്യക്തമാക്കുന്നത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തെത്തി. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ 230 റൺസിന്റെ വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ രാജസ്ഥാൻ 16.3 ഓവറിൽ 152 റൺസിന് ഓൾ ഔട്ടായി. 44 പന്തിൽ 84 റൺസെടുത്ത ശുഭമാൻ ഗില്ലിന്റെയും 36 പന്തിൽ 55 റൺസെടുത്ത സായ് സുദർശന്റെയും മികവിലാണ് ഗുജറാത്ത് കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. അതേസമയം 25 പന്തിൽ 38 റൺസെടുത്ത രവീന്ദ്ര ജഡേജയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ഓപ്പണർ വൈഭവ് സൂര്യവംശി 16 പന്തിൽ 36 റൺസടിച്ചപ്പോൾ
ധ്രുവ് ജുറൽ 10 പന്തിൽ 24 റൺസ് എടുത്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.